പവനായി ശവമായി എന്ന് പറഞ്ഞില്ല. ഭയങ്കര ടയേർഡ്, എനിക്ക് തല കറങ്ങിയിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ട്രിപ്പ് ഇട്ടാൻ പറ്റും, എന്നെക്കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരെ ട്രിപ്പ് ഇട്ട് എനിമികളെ ദൈവം തന്ന ശിക്ഷ ദൈവത്തിന് ഇഷ്ടമായില്ല എന്നൊന്നും അല്ലേ. ഒരാഴ്ചത്തോട്ടാണ് ഇതേ കിടന്ന് ഓരോ തുള്ളി വെക്കുന്നത്. സിസ്റ്റർ പറയാ കയ്യാനൊക്കെ എടുത്ത് കുഞ്ഞു കുട്ടികളുടെ വീടിലാക്കിയത്. ഏതായാലും ഹോസ്പിറ്റലിലായി, എനിമികൾക്ക് ചിരിക്കാനൊരു അവസരമായി. എന്തല്ലേ പെട്ടെന്നാലേ. ഞങ്ങൾക്കറിയാലോ കയ്യിൽ പൊട്ടിക്കിടക്കുവാണ്, അതൊരു തല. കാലിന് നീരാണ്, അത് വേറൊരു തല. അപ്പോൾ ഒരു പക്ഷേ മേ ബി ദൈവം തരുന്ന പണിയായിരിക്കും. ഭയങ്കര മഴ, ഹൗസ് വാമിങ്ങിനില്ലാത്ത മഴയാണ് ഇപ്പം. അതും ദൈവം തന്ന പണി. ഏതായാലും ഷുഗർ കുറഞ്ഞു, 75 കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വാങ്ങാൻ. മോനുമായിട്ടൊന്ന് പോയിട്ട് ഞാൻ വാങ്ങി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ഈ ഒരാഴ്ചയിൽ വരയ്ക്കേയില്ല എന്ന് പറയുന്നത്, വരയ്ക്കേയില്ല, ഇങ്ങോട്ടും പോവുകയില്ല. എന്നും കൂടി ഉമ്മ പറഞ്ഞു ഇനിയെന്താ ഒന്നും ഇങ്ങോട്ട് വന്നു നോക്കാത്ത, സ്വാമിന് കഴിഞ്ഞ പാട് കടല. ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ചത്തേക്ക് ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഞാൻ ഇറങ്ങില്ല, എനിക്കത് റെസ്റ്റ് എടുക്കാം. അത്രയും കാലം ഞാൻ കിടക്കും. എനിക്ക് ഇവിടുന്നൊരു ഇഞ്ചക്ഷൻ അടിക്കാറുണ്ട് കേട്ടോ, അടിച്ചതെനിക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ഇതൊരവസ്ഥ. അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ആ ഇഞ്ചക്ഷൻ ഇപ്പം എന്താണത്. എന്നോട് ചോദിച്ചപ്പോൾ എന്താ പറയുക, ഞാൻ ഒന്നുമില്ല, വെറുതെ ഒന്ന് ഉറങ്ങാൻ. സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാറുണ്ട്, പക്ഷേ എനിക്ക് പോലും എനിക്കൊരാഴ്ച ഒന്ന് റെസ്റ്റ് എടുക്കണം. വല്ലാണ്ട് എങ്ങും പോവില്ല, ഞാൻ വരികയില്ല, ഒന്നും ചെയ്യില്ല, ഫുൾ റെസ്റ്റ്. ഞാൻ 8 മാസത്തിൻ്റെ അടുത്ത് ഓടിയതിൻ്റെ ഒരു ഫുൾ റെസ്റ്റ് ഒരാഴ്ച. ഇനി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം 750ഓളം ഫോട്ടോക്ക് ഓർഡർ കിട്ടിയിട്ടാണ് ഞാനൊരു വീട് വെച്ചതെന്നുണ്ടായിരുന്നു. ഈ 750ഓളം ഓർഡർ എനിക്ക് കിട്ടി. ഇപ്പോൾ ബുക്കിലിപ്പോൾ എഴുതി വെച്ചത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, നമുക്ക് ആരുടെ പേര് ഇല്ല, എന്ത് കോണ്ടാക്ട് നമ്പർ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ആരും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു തെളിവ് വേണം. ഇപ്പം ഞാൻ വിചാരിച്ചു ഞാനായിട്ടൊരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ മീഡിയാസിന് മുമ്പിൽ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നത് നല്ലത്. എന്താ വെച്ചാൽ DTDCയിൽ ഇത്രയും കാലം ഞാൻ എത്ര ഫോട്ടോ കൊറിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നോക്കാനുള്ള ആഗ്രഹം. ഗുരുവായൂരത്തെ കാര്യം അറിയാമല്ലോ, 101 ഫോട്ടോ സമർപ്പിച്ചത്, അതിന് പ്രൂഫുള്ളൊരു സംഭവമാണ്. ഇനി DTDCയിലുള്ള ഡീറ്റെയിൽ ഒന്ന് എടുക്കണം, എന്നിട്ട് വേണം ഗിന്നസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ കാലമായി വിചാരിക്കണം. സെയിം ഫോട്ടോ 1000ൻ്റെ പുറത്ത് വരച്ചാൽ മേ ബി ഞാൻ മാത്രമേ ഉണ്ടാവും, ആരും ഉണ്ടാവില്ല, ഞാനൊരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെനിക്ക് എവിടെയും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഗിന്നസ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴിയാണ് രണ്ടാമത്തെ നോക്കുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത ഹൗസ് വാമിങ് 2nd നിങ്ങളുടെ വണ്ടിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പോലും വിചാരിച്ച രീതിയിലൊന്നും കിട്ടിയില്ല. ഇത് മീഡിയർ നോക്കണം, അതിൻ്റെ ഇൻറ്റീരിയൽ നോക്കണം. നമ്മൾ കാറും ജീപ്പും ഒന്നും എടുക്കുമ്പോൾ അല്ല മക്കളെ ട്രാവലർ എടുക്കുന്നത്, ഇൻറ്റീരിയൽ നോക്കണം, ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി അത് ഒരു സൈഡിലോ നോക്കട്ടെ. ഞാൻ വിചാരിച്ചു DTDCന്ന് ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് ഗിന്നസ് കൊടുക്കാനുള്ള വർക്ക് മുമ്പായി. അപ്പോൾ കണ്ണന വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി, ടീച്ചർ പറഞ്ഞതിൻ്റെ അതിൽ കുട്ടിയല്ല, ഒരു യുവതി, ഒരു പഞ്ചിനൊരു കുട്ടി എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഒരു യുവതി. അപ്പം ഇനി ഗിന്നസ് റെക്കോർഡിതയായിട്ടുള്ള ജസ്ന സലീമിനും കൂടി ആക്കിയെടുക്കാൻ ഒരു ചെറിയ ആശ. അപ്പോൾ DTDCയിലേക്ക് വിളിച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ ഡീറ്റെയിൽ കിട്ടും. നാളെ ഞാൻ നോക്കുമ്പം 600 സംതിങ് ആയിരുന്നു അവിടെ കൊറിയർ അയച്ചത്. അതും നമ്മുടെ കേരളത്തിന് അകത്തും പുറത്തും മറ്റ് രാജ്യങ്ങളിലേക്കൂടി ഉണ്ട് കേട്ടോ. അതാണ് നോട്ട് ദ പോയിന്റ്. പല പല രാജ്യങ്ങളിലേക്കുണ്ട്. അതൊന്ന് എടുത്തിട്ട്
തെളിവ് സഹിതം പ്രൂവ് ചെയ്യണം എനിക്ക് ആഗ്രഹം. നെക്സ്റ്റ് അതാ ഒരാഴ്ച റെസ്റ്റ്, എങ്ങും പോയില്ല. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും പവനായി, ശവമായി, കിടക്കലായി.